ഹായ് ഡീസ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ക്രിയേറ്റിവിറ്റി, കാര്യക്ഷമത ഇതെല്ലാം വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ചുരുക്കം ചില ആളുകളെല്ലാവരും ക്രിയേറ്റിവിറ്റിയും അതുപോലെ എഫിഷ്യൻസിയും വർദ്ധിപ്പിക്കാനായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്കത് നടക്കുന്നില്ല. ഇനി എങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും അതുപോലെ എഫിഷ്യൻസിയും വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്, എന്നാൽ ഭൂരിഭാഗം ആളുകൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെയാണ് ഞാൻ നിങ്ങളോടത് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമ്മളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി, അല്ലെങ്കിൽ അവിചാരിതമായി നമ്മളൊരാളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി നമ്മളോട് പറയുകയാണ് അയാൾക്ക് വളരെയധികം തിരക്കുള്ള ഒരു വ്യക്തിയാണ്, അയാൾക്ക് പോയിട്ട് ഒരു കൂട്ടം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അവിടെ പോകാനുണ്ട്, ഇവിടെ പോകാനുണ്ട്, എനിക്ക് എൻ്റെ ഓഫീസിൽ പോകാനുണ്ട്, അതുപോലെ തന്നെ വേറെ ജോലികൾ ചെയ്യാനുണ്ട്, അവരെ കുട്ടികളുടെ സ്കൂളിൽ പോകാനുണ്ട്, അവരുടെ പഠിത്ത കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കാനുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, തിരക്കാണ്. അങ്ങനെ പറഞ്ഞാൽ അവർ നമ്മൾക്ക് ഒന്ന് സംസാരിക്കാൻ പോലും സമയം തരാതെ തിരക്കിട്ട് ഓടിപ്പോകുന്ന ആളുകളുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അയാൾക്ക് മൈൻഡ് ഫുൾനെസ് എന്നൊരു സ്റ്റേജ് ഇല്ല എന്നാണ്. കാരണം അയാളുടെ മനസ്സ് ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട്. ഇവിടെ നമ്മളോട് സംസാരിക്കുമ്പോഴും അയാളുടെ മനസ്സിൽ അവിടെ അയാൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റിയാണ്. ഇത് അയാളിൽ എഫിഷ്യൻസി ഇല്ല എന്നും ക്രിയേറ്റിവിറ്റി ഇല്ല എന്നും മൈൻഡ് ഫുൾനെസ് സ്റ്റേജിലൂടെ അയാൾ പോകുന്നില്ല എന്നും നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഓരോ ദിവസം ചെല്ലും തോറും അവരവരുടെ എഫിഷ്യൻസിയും കാര്യക്ഷമത അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും അവരുടെ മനസ്സ് ഒരു മൈൻഡ്ഫുൾ സ്റ്റേജിലൂടെ പോകാത്ത രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. ഇവിടെയുമില്ല അവിടെയുമില്ല സ്റ്റേജ് ആകുമ്പോൾ അവരുടെ എഫിഷ്യൻസി ഓരോ ദിവസം ചെല്ലുന്തോറും നശിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ജീവിതത്തിലൊരു ഹാപ്പിനെസ്, ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ്, എവർ ജോയ് ഇതൊന്നും കണ്ടെത്താനായിട്ട് അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുക, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ അവർ വീട്ടുജോലികൾ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് അവർക്ക് ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ ആ ഡ്രസ്സ് വാഷ് ചെയ്യുന്നതിൽ തന്നെ അവർ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം, അവരുടെ മനസ്സ് ഇവിടെ ആയിരിക്കണം. അപ്പോൾ കിച്ചണിൽ പാത്രങ്ങൾ വാഷ് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. വെജിറ്റബിൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. വായിക്കുകയാണെങ്കിൽ അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരണം മനുഷ്യരുടെ മനസ്സിലൂടെ ഒരേ നിമിഷം തന്നെ ആയിരക്കണക്കിന് തോട്ട്സുകൾ, ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ്. ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് തന്നെ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നമ്മളുടെ കാര്യക്ഷമതയും നമ്മളുടെ ക്രിയേറ്റിവിറ്റിയും വർദ്ധിപ്പിച്ച് മൈൻഡ് ഫുൾനെസ് സ്റ്റേജിലേക്ക് നമുക്ക് കടന്നു പോകാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യനില്ലാത്ത ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. കാരണം മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. തിരക്കാണ് ആളുകൾക്ക്. അപ്പോൾ എൻ്റെ കീഴിൽ വരുന്ന ആളുകളോട് എൻ്റെ ക്ലാസ് കേൾക്കാനും അഡ്വൈസ് ചോദിക്കുന്നവരോടും വീഡിയോ കാണുന്നവരോടും ഞാൻ പറയുന്നത് ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് മെഡിറ്റേഷനാണ് എന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷനും നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് മനുഷ്യ ജീവിതത്തിൽ എന്നുള്ളതാണ്. കാരണം മെഡിറ്റേഷനിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമുക്ക് നമ്മുടെ മനസ്സിനെ നേരെ നിർത്താൻ കഴിയുകയും ഇത് നമ്മുടെ ബോഡി മൊത്തം ഞരമ്പുകളിലൂടെ പ്രവഹിക്കുകയും മനസ്സിനെ നല്ലൊരു മൈൻഡ്ഫുൾനെസ് സ്റ്റേജിലേക്ക് കടത്തിവിടാനുമായിട്ട് പറ്റുമെന്നുള്ളതാണ്. ദിവസത്തിലൊരു 20 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ മെഡിറ്റേഷന് വയ്ക്കണം. ഇനി വളരെയധികം തിരക്കുള്ള വ്യക്തികളോട് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈലൻ്റ് ആയിട്ടിരുന്ന് അത് ഒരു മെഡിറ്റേഷനാക്കി നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. നിങ്ങളുടെ ശ്വാസഗതിയെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു മെഡിറ്റേഷൻ മൂഡിലിരുന്നു കൊണ്ട് മനസ്സിൽ പ്രാർത്ഥിക്കാവുന്നതുമാണ്. ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാട്ടോ, നിങ്ങൾ ചെയ്യണമെന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മെഡിറ്റേഷൻ വേറെ ചെയ്യാം, പ്രെയർ വേറെയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ മെഡിറ്റേഷനും പ്രെയറിലും മനുഷ്യ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം വേണം. ഒരു ദിവസത്തിൽ അത് ചെയ്താൽ ആ 24 hours നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മളുടെ ക്രിയേറ്റിവിറ്റി, നമ്മളുടെ എഫിഷ്യൻസി ഇതെല്ലാം വർദ്ധിപ്പിച്ച് ഒരു
മൈൻഡ്ഫുൾനെസ് സ്റ്റേജിലൂടെ നമ്മൾക്ക് കടന്നു പോയി കഴിയുമ്പോൾ അത് ഒരു തരം സൈലൻറ്റ് മെഡിറ്റേഷൻ തന്നെയാണ്. അതായത് നമ്മുടെ വീട്ടുജോലികൾ ചെയ്യുന്നതോടൊപ്പം ഓഫീസ് വർക്ക് ചെയ്യുന്നതോടൊപ്പം നമ്മൾ അതിൽ തന്നെ 100% കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സൈലൻറ്റ് മെഡിറ്റേഷൻ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വീഡിയോ എല്ലാവരും കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.